നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL പകുതി പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓറഞ്ച് ക്യാപ്പിനായിട്ടുള്ള പോരാട്ടം കനത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലത്തെ അവസ്ഥ നോക്കണം. രാവിലെ ഓറഞ്ച് ക്യാപ്പ് ഇരുന്നത് വിരാട് കോഹ്ലിയുടെ തലയിലാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ GTക്കെതിരെയുള്ള 81 റൺസ് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ തലയിലിരുന്ന ഓറഞ്ച് ക്യാപ്പാണ്. ഉച്ചയായപ്പോൾ കളി മാറി. അത് KL രാഹുലിൻ്റെ തലയിലേക്ക് എത്തി. വൈകുന്നേരമായപ്പോൾ വീണ്ടും കളി മാറി. അത് വൈഭവ് സൂര്യവംശിയുടെ തലയിലേക്ക് എത്തി. രാത്രിയായപ്പോൾ അവസാനം ഇന്നലത്തെ കളി തീരുമ്പോൾ അത് അഭിഷേക് ശർമ്മയുടെ തലയിലാണ്. 4 പേരുടെ തലയിലൂടെ കടന്നുപോയി ഇന്നലെ ഓറഞ്ച് ക്യാപ്പ്. അവസാനം രാവിലെ ഓറഞ്ച് ക്യാപ്പ് തലയിലിരുന്ന നമ്മുടെ വിരാട് കോഹ്ലിക്ക് ഇപ്പോൾ 4ാം സ്ഥാനമാണ് ഓറഞ്ച് ക്യാപ്പിലുള്ളത് എന്ന കാര്യം കൂടി ഓർക്കുക. വാവ്! സോ നല്ല രൂപത്തിൽ പോരാട്ടം കനത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇന്നലത്തെ കളികൾ നോക്കിയാൽ KL രാഹുലിൻ്റെ പൊളിച്ചെടുക്കൽ ഉണ്ടായിട്ടും DC തോറ്റു PBKSനോട്. പക്ഷേ KL രാഹുലിൻ്റെ ആ പ്രകടനം നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഇന്നിങ്സ് ആയിരുന്നു അത്. അദ്ദേഹം നേടിയത് 67 പന്തിൽ നിന്ന് 16 ഫോറും 9 സിക്സറും അടക്കം 152 റൺസാണ്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഓറഞ്ച് ക്യാപ്പ് ഇരുന്നു. ഏതാല്ലേ അതിനുശേഷം കാര്യങ്ങൾ മാറി മറിയുന്നു. SRHും RRും തമ്മിലുള്ള കളി. അവിടെ സെഞ്ചുറിയുമായിട്ട് വീണ്ടും മറ്റാരുമല്ല വൈഭവ് സൂര്യവംശി. അദ്ദേഹത്തിൻ്റെ സെഞ്ചുറിയും പാഴായി എന്നുള്ളത് വേറെ കാര്യം. സൂര്യവംശി 37 പന്തിൽ നിന്ന് 103 റൺസും അടിച്ച് ഓറഞ്ച് ക്യാപ്പ് തൻ്റെ തലയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ SRH ആ മത്സരം ജയിച്ചു. ചേസ് ചെയ്തതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചതിൽ ഒരാൾ തീർച്ചയായിട്ടും അവരുടെ അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് 29 പന്തുകളിൽ നിന്ന് 11 ഫോറും 1 സിക്സറും അടക്കം 57 റൺസ് അടിച്ചു. ഫൈനൽ റിസൾട്ടോ കളി SRH ജയിച്ചു എന്ന് മാത്രമല്ല ഓറഞ്ച് ക്യാപ്പ് അഭിഷേകിൻ്റെ തലയിലായി. അപ്പോൾ നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കിയാൽ ഇപ്പോൾ 8 കളികൾ 8 ഇന്നിങ്സ് 380 റൺസ്. ഒന്നാമത് അഭിഷേകാണ്. 135 നോട്ട് ഔട്ടാണ് അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ. ഇത്രയും റൺസ് അദ്ദേഹം അടിക്കുന്ന 179 പന്തുകളിൽ നിന്നാണ്. അതായത് സ്ട്രൈക്ക് റേറ്റ് നോക്കണം, 212.29. വൈഭവ് സൂര്യവംശി 8 കളിയിൽ നിന്ന് 357 റൺസാണ് അടിച്ചത്. ഹയസ്റ്റ് സ്കോർ ഇന്നലത്തെ 103 അവൻ ഇത്രയും റൺ അടിക്കുന്ന 152 പന്തുകളിൽ നിന്നാണ്. 234.86 സ്ട്രൈക്ക് റേറ്റിൽ. KL രാഹുലിനും ഈ പറഞ്ഞ പോലെ 357 റൺസാണ്. വൈഭവ് സൂര്യവംശിയേക്കാൾ ഒരു കളി കുറച്ചുമാണ് കളിച്ചിട്ടുള്ളത്. 152 അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ. പക്ഷേ വൈഭവിനേക്കാൾ കൂടുതൽ ബോളുകൾ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട്. 190 ബോളുകൾ. 187.89 സ്ട്രൈക്ക് റേറ്റിലാണ് KL രാഹുലിൻ്റെ ഈ 357 വന്നിരിക്കുന്നത്. അദ്ദേഹം 3ാമതായി. ഇപ്പോൾ 4ാമത് കോഹ്ലിയല്ല, അത് എൻട്രി ക്ലാസ്സിന് അതിനിടയിലൂടെ പോയി എന്ന് പറയുമ്പോൾ കോഹ്ലി ഇപ്പോൾ 5ാം സ്ഥാനത്താണ്. ഞാൻ നേരത്തെ കോഹ്ലി കളി കഴിയുമ്പോൾ 4ാമതായി എന്ന് പറഞ്ഞു. പക്ഷേ കോഹ്ലി ഇപ്പോൾ 5ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹെൻറി ക്ലാസിന് 8 കളികളിൽ നിന്ന് 349 റൺസ് അടിച്ചിട്ടുണ്ട്. വിരാട് കോഹ്ലി 7 കളികളിൽ നിന്ന് 328 റൺസുമായിട്ട് 5ാം സ്ഥാനത്താണ്. തൊട്ടു പിന്നിൽ 300 കടന്നത് പിന്നെ ഇഷാൻ കിഷൻ ഉണ്ട്. 8 കളി 312 റൺസ്. ചുരുക്കത്തിൽ കിടിലൻ പോരാട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഓറഞ്ച് ക്യാപ്പിനായിട്ടും എന്തൊരു കിടുക്കാച്ചി പോരാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.